എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന്. പക്ഷെ എങ്കിലും ചില സത്യങ്ങൾ ആ കുട്ടി തന്നെ നേരിട്ട് വെളിപ്പെടുത്തട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വിഷയമാണ്. ഈ കുട്ടിയുടെ ഭർത്താവാണ്. അത് രണ്ടുപേരും വളരെ ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന 2 പേരാണ്. വളരെ അധികം വീട്ടിൽ നിരന്തരം കയറി ഇറങ്ങി സുഹൃത്തുക്കളെ പോലെ ജീവിച്ചിരുന്ന 4 പേർ. ഇദ്ദേഹത്തിന് പറയുമ്പോൾ നമ്മൾ സത്യവും പറയണമല്ലോ. ഇദ്ദേഹത്തിന് ഒരു ചെറിയ മദ്യപാന ദുശീലം ഉണ്ടായിരുന്നു. അത് കുറച്ച് അമിതമായി തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ അദ്ദേഹത്തെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു വീട്ടിലെപ്പോഴും വരുന്ന 4 പേരായതുകൊണ്ട് അവർ പോവുകയൊക്കെ ചെയ്തിരുന്നു. നല്ല ബന്ധത്തിൽ പോകുന്ന 4 പേരായിരുന്നു. ബന്ധുക്കളാണ് ആ 4 പുരുഷന്മാരും. അങ്ങനെ ഈ കുട്ടിയെ ഒരു ദിവസം ഭർത്താവിന് കുറച്ച് പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. കൂട്ടിക്കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ആശുപത്രിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോകാതെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. സ്ഥലവും കാര്യങ്ങളും എല്ലാം വിശദമായി കുട്ടി തന്നെ പറയും. യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുപോയി 4 പേരും മാറി മാറി വളരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. അതുകൊണ്ട് ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പോഴും ഈ ഫേസ്ബുക്കിൽ ഈ സാധനം വന്നു എന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. ഫേസ്ബുക്ക് എന്താണ് എന്നുള്ളത്, ഫേസ്ബുക്കിനെ കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നും ഇല്ലാത്ത. ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ. പക്ഷെ അതൊന്നും അറിയില്ല. അത്രയ്ക്ക് വിവരമില്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഇത് ആരോടാ പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുറെ കാലങ്ങൾ തന്നെ കഴിഞ്ഞുപോയി. ഭർത്താവ് ചികിത്സയൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും വളരെ നല്ലൊരു മനുഷ്യനായി അദ്ദേഹം തിരിച്ചു വന്നു. ഭാര്യയുടെ മാറ്റം കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ നിരന്തരം എന്താ സംഭവിച്ചത് ഇങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്കും വളരെ 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 വൈകിപ്പോയി. ഏകദേശം 1-2 വർഷത്തോളം ആയി. എന്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോ ഞാൻ ഈ പറയുന്ന മാതിരി നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന മാതിരി ഓരോന്നും കുത്തി ചോദിച്ചില്ല. എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോ വളരെ വൈകി. ഞാൻ കരുതി 3 മാസം 4 മാസം കഴിഞ്ഞപ്പോഴായിരിക്കും. പക്ഷെ അതിലും വളരെ വൈകിയാണ് സംസാരിച്ചത്. ഭർത്താവ് വളരെ ഞാൻ കാരണം സംഭവിച്ചൊരു തെറ്റാണ്. എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞവരാണ് ഈ അനീതി കാണിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിന് ഞാൻ നിന്നോടൊപ്പം ഒരു ശക്തിയായിട്ട് എപ്പോഴും ഉണ്ടാകും, നമുക്കിത് കേസ് കൊടുക്കാം എന്ന് ഭർത്താവ് പറഞ്ഞതിന്റെ പേരിലാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ കുട്ടി തന്നെ നേരിട്ട് പറയുന്നു. വാസ്തവത്തിൽ ഞാനും പാർവതി ഇവിടെ പറയായിരുന്നു, ഒരിക്കലും ഒരു പെൺകുട്ടിയും മുഖം മറച്ചുകൊണ്ട് സമൂഹത്തിനോട് സംസാരിക്കരുത്. കണ്ണിൽ നോക്കി കാര്യങ്ങൾ നമ്മുടെ സത്യസന്ധത വെളിപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അവർക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിക്കണം. ഈ പോസ്റ്റ് തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്നവരും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഇവരെ വലിച്ചെറിയാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മുഖം മറച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ഇതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വിഷയം ഈ കുട്ടി തന്നെ സംസാരിക്കും, കുട്ടിയുടെ ഭർത്താവ് സംസാരിക്കും. ഒരുപാട് മാനസിക പീഡനം അനുഭവിച്ച ഒരു കുട്ടിയാണ് എന്നൊരു പരിഗണന തീർച്ചയായിട്ടും ആ കുട്ടികൾ കൊടുക്കണം.
സഹിക്കേണ്ടി വന്നത്. കാരണം ഞാൻ തെറ്റിയത് കൊടുത്തപ്പോൾ തൊട്ട് രാത്രി വരെ പിന്നെ 3 ദിവസം തന്നെ രാവിലെ രാത്രി വരെ ഇട്ട് ഇതുണ്ടാവില്ലല്ലോ. ആ മനസ്സിലാക്കി ചൂടാവലും വളരെ ഇതായിട്ടാണ് ഞാൻ പിന്നെ ചെയ്ത് പിന്മാറണമെന്നുള്ള ഇത് തന്നെയായിരുന്നു എനിക്ക്. പിന്നെ മൊഴി മാറാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു. മൊഴി മാറണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഒന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എൻ്റെ മത്സരത്തിന് മുമ്പിലേക്ക് വിട്ടത്. പക്ഷെ ഞാൻ മൊഴി കൊടുത്തേക്കുന്നത് ഒരിക്കലും സംഭവിക്കാത്തതല്ല, സംഭവിച്ചതാണ്. അത് ഞാൻ ഒരിക്കലും എന്നെ കൊന്നാൽ പോലും നാളെ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കില്ല. തൃശ്ശൂർ പോയാൽ അത് ഞങ്ങൾ കൊല്ലും. അത് എന്തായാലും പക്ഷെ എന്തായാലും ഒരിക്കലും എന്നെ എന്തൊക്കെ എന്ത് വരുത്തിച്ചാലും ഇത് എന്റെ സംഭവമാണ്. അല്ലാതെ അത് ഞാൻ പോലും പറഞ്ഞില്ല. ഈ പരാതി ഇപ്പൊ തന്നെ പിൻവലിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളോട് പോകണമെന്ന് വെച്ചിട്ടുണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്ക് കറക്റ്റ് സ്ഥലം എനിക്കറിയാൻ പറ്റണില്ല. ഒഴിഞ്ഞ സ്ഥലം അങ്ങനെയെങ്കിലും പിന്നെ ഉപയോഗിക്കുമ്പോ പിന്നെ ഞങ്ങൾ ഒളിച്ച് മാറി നടക്കുക. അത് പിന്നെ ഇതായിട്ട് ഞങ്ങൾ ഉപദ്രവിക്കാം. സ്വന്തം തൃശ്ശൂരിലെ 3 മാസം ആകുമ്പോൾ അത്രയും ഇതുള്ള ആൾക്കാർ അവരുടെ പോലീസിന്റെ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഒരാളും ഇല്ല. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മാറിയിട്ടായത്. അത്രയും മാനസികമായിട്ട് ഇത് വന്നപ്പോ ഒരു ഇതിന് വേണ്ടി ഞാൻ മേഡത്തിനോട് എല്ലാ കാര്യം പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് ആഗസ്റ്റ് 14 രാഷ്ട്രീയത്തിന്റെ ഇതല്ല ഈ ഞാൻ പറയാനുള്ളത്. എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മള് രാഷ്ട്രീയ എന്നെ അന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആ പോലീസുകാരിലും ഉണ്ട് നല്ലവരുണ്ടായിരുന്നു. അവരും നല്ല ഇതായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. ഞങ്ങളെ രണ്ടുപേരെയൊക്കെ പട്ടികളെ പോലെ ഇരുത്തിയിട്ടാണ് പെരുമാറിയത്. അത് നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇതാക്കരുത്. അതൊരു അഭ്യർത്ഥിക്കാൻ എല്ലാ കേസിലും അതുകൊണ്ട് ഇതിലെങ്കിലും നിങ്ങൾ അങ്ങനെ ഇതായി. കാരണം അതിലുണ്ട് നല്ല ആൾക്കാർ. ഞാൻ എനിക്കിത് പറയാനുള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടി എന്നെ കൊണ്ട് ചെയ്യിച്ചത് ഞാൻ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ പറയും. എനിക്ക് അതിലാണ് ഇപ്പൊ വിശ്വാസം. കാരണം അതുകൊണ്ട് അങ്ങനെ നിങ്ങളെങ്കിലും ഞാൻ എഴുതി ഇങ്ങനെ അതുപോലെ അപേക്ഷ എടുക്കുക. കാരണം അത് ആ വഴി ചെയ്ത തെറ്റിന് എല്ലാവരും ഇതാക്കല്ലേ. കാരണം നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേറെ ഒരു ഇതും കൂടി എന്നെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ
അവരുടെ ഇതുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടാതെ അതുകൊണ്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണ് CPM നേതാവാണ്. കൗൺസിലറാണ് ഞങ്ങളെ കൊല്ലെന്ന് പറഞ്ഞിട്ട് മധുവമ്പലപ്പുരം അവരൊക്കെ ഇതിൽ ഇടപെട്ടിട്ട് ഒഴിവാക്കി ഇത്ര പൈസ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ലാസ്റ്റ് ഈ 4 ദിവസം കൊണ്ട് മതിയായി കൊടുക്കണം അതെ. ഇപ്പൊ ഇല്ല, അത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അങ്ങനെ എന്തോ രജിസ്റ്റർ ആദ്യം പറഞ്ഞു. സാർ പറഞ്ഞു ഇത് നമുക്ക് തീർപ്പാക്കാൻ. എന്തിനാണ് ഞാൻ കൊടുത്തത് വനിതാ സെല്ലിലായിരുന്നു. അപ്പൊ അവിടെ എന്തിനാ ഇവിടെ വന്നാൽ ഞാൻ ഇതാക്കി പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഉണ്ടായ ഒരു ഇതാണ് മാനസിക പിന്നെ ഇതാക്കുമ്പോ ഞങ്ങൾ ഓർത്തിഞ്ഞെന്തിനാണ് ഇവര് നല്ല ഇതിൽ നടന്നെല്ലാം ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും തോന്നില്ലേ മനുഷ്യന്മാര് ആ ഒരു ഇതിലാണ്. എന്നിട്ട് ഞങ്ങൾ കേസ് ഇൻവെസ്റ്റിഗേഷൻ പോയിട്ട് കാര്യമില്ല. അവരാൾക്കാരാണ് പോലീസിൽ പരസ്യം കൊണ്ട് നിർത്തിയിട്ട് പരസ്യമായിട്ട് ഇതാക്കും. എന്നെ ഞങ്ങളോട് 4 ദിവസം ഞങ്ങളെ കൊണ്ട് നടന്നു പോലീസ്. അവര് പുറത്ത് വന്നത് ഇല്ല. ഞാൻ അവിടുന്ന് കോടതിയില് മൊഴി പോയിട്ടിപ്പോ അങ്ങനെ കേസ് പിൻവലിക്കണം ചോദിച്ചു. എന്താ കുട്ടി ഇല്ലേ എന്നോ ഇത് നടപടി എടുക്കാൻ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇതിന് ഒഴിവായാൽ മതി. അപ്പൊ ഇത് നടന്ന സംഭവമാണ്. പക്ഷെ അന്ന് ഞാൻ പിന്മാറില്ല എന്നെങ്ങനെ ചെയ്തത്. പക്ഷെ എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോയി എനിക്ക് വയ്യ പറഞ്ഞു. പിന്നെ എന്താ ഇങ്ങനെയാണ് എനിക്ക് ഞങ്ങൾ പോയില്ല സാർ. ഞങ്ങൾ കടത്തണില്ല അവര് കോടതിയിൽ മുമ്പില്. അവിടെ ഇവരെ രാഷ്ട്രീയ ആൾക്കാർ ഇവരും ആണ് അവിടുത്തെ ഒരു ഇത്. അതുകൊണ്ട് ഞങ്ങൾ 4 മാസം ഈ കേസ് പിൻവലിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റിട്ടില്ല. മാധ്യമങ്ങളെ കാണാമെന്ന് പറയുമ്പോഴേക്ക് എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? അപ്പോഴൊക്കെ ഒരുപാട് പൈസ ഞങ്ങളുടെ പൈസ മീഡിയ കൊടുക്കരുത്, നമുക്ക് എന്താ വെച്ച ചെയ്യണമെന്ന് പറയണത്. ഇല്ല, ഞങ്ങളുടെ ബന്ധുക്കളില്ല. ആയിരിക്കുള്ളൂ. അവിടെ എല്ലാവരുടെ എല്ലാവരല്ലാതെ എന്നോട് അതിന്റെ മൊഴി മാറ്റി മൊഴി പറഞ്ഞു തന്നതൊക്കെ പോലീസുകാർ അവിടെ എത്തിയിട്ട്. കോടതിയിൽ പോകുന്ന പറയുന്നത് നമുക്ക് വ്യക്തമല്ല. കേസ് എന്തായി, കേസ് കോടതിയിൽ ഇല്ല, അന്വേഷണം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കോടതി മുമ്പാകെ. ഈ സംഭവം നടന്ന എത്ര കാലത്തിന് ശേഷം ആദ്യം ഇതിന് നടപടി എടുക്കട്ടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയില്ല, ഞാൻ കേസ് പിന്തുടരും. പക്ഷെ ഇതില് പറഞ്ഞേക്കുന്നതെല്ലാം സത്യമാണ്, നടന്ന സംഭവമാണ്. അത് ഞാൻ മാറ്റൂല മേഡം. പക്ഷെ എനിക്കിത് മുന്നോട്ട് പോവാൻ എനിക്ക് വയ്യ പറഞ്ഞു. കാരണം അപ്പൊ പറഞ്ഞു ഇത് ഇത്രയും കുട്ടി ചെയ്തിട്ട് ഇത് ഒന്നും ഇതാക്കണ്ടെന്ന് ചോദിച്ചു. എനിക്ക് വയ്യ, ഞാനൊന്നും കരഞ്ഞു. എനിക്ക് ഇതിന് എങ്ങനെയെങ്കിലും ഇത് ഒഴിവായി കിട്ടിയാൽ മതി, എനിക്ക് മടുത്തു വേണമെന്ന് കരഞ്ഞപ്പോ പോയിക്കോളാം. ആഗസ്റ്റ് 4
കഴിഞ്ഞപ്പോഴും പോയി. കോടതിയുടെ വനിതാ സെല്ലിൽ പോയത് കോടതി മുഖേന ഇതാക്കാൻ പറ്റുള്ളൂ. കേസ് രജിസ്റ്റർ ആയതുകൊണ്ട് വനിതാ സെല്ലിൽ കേസ് രജിസ്റ്റർ ആയതുകൊണ്ട് കോടതിയിൽ പോയാലേ പിൻവലിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വനിതാ സെല്ലിൽ പോയത്, ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തി ഇവരോട് കേസ് പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കേസ് പിൻവലിച്ചു എന്ന് പറയുന്നത്. വനിതാ സെല്ലാണ് ഇവർ ആദ്യം പോയത്. അപ്പൊ എന്തിനാണ് അവിടെ പോയത്, ഞങ്ങളെടുത്ത് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഇതിന്റെ 4 ദിവസം അവിടെ നിരന്തരമായി ഇരുത്തി. നേരത്തെ പറഞ്ഞതാണ് 4 ദിവസം അവിടെ നിരന്തരമായി ഇരുത്തിയിട്ട് ഇതിൽ ആരൊക്കെയാണ് നിന്നെ എവിടെയൊക്കെ തൊട്ടു എന്തൊക്കെ ചെയ്തു, ഇതിൽ ആരാണ് പിന്നെ കൂടുതൽ സൂചിപ്പിച്ചത് നിരന്തരമായി ചോദിച്ചിട്ട് നാട്ടുകാർ പോകുന്നവർ വരുന്നുണ്ടെങ്കിൽ ഇത് പീഡിപ്പിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഭർത്താവിനെ അവിടെ കയറ്റാതിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അത്രയും മാനസികമായിട്ട് എന്നിട്ട് ഇത് പിൻവലിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായതുകൊണ്ട് ഇവർ തന്നെ ഓർഗനൈസ് ചെയ്ത് ഇവർ പറഞ്ഞു കൊടുത്ത മൊഴിയുമായിട്ട് മജിസ്ട്രേറ്റ് അവിടെ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് നടന്നില്ല എന്ന് പറയില്ല, നടന്നു എന്ന് തന്നെ പറയും, പക്ഷെ എനിക്ക് കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാഡം ചോദിച്ചു നിങ്ങൾ ഇത്ര എന്തിനാ അത് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഉറക്കം കരുതുന്നുണ്ട് പൊയ്ക്കോളാം. ചിലപ്പോൾ നിലവിലുണ്ടാവും, നിങ്ങൾ അന്വേഷിക്കണം. കാരണം അവരുടെ ആൾക്കാരാണ് എന്റെ ഭർത്താവിലായിരുന്നു അവരുടെ കൂടെ. അത് ലെറ്റർ തന്നിട്ട് അവിടെ മൈസൂരിനെ കാണുന്ന സംവിധാനം ഇവരോട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സിയുടെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ കൊണ്ട് അവിടെ മൈസൂരിനെ കാണുന്ന സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മൈസൂരിനെ കയറി കാണുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥരകത്ത് തന്നെ പേരവകര സിഐ ആണ് ഇവരോട് എല്ലാ കാര്യങ്ങളും മോശമായി സംസാരിക്കുക, മോശമായി ചോദിച്ചു എന്ന് പറയുന്ന ആ പോലീസുകാരൻ ആ സിഐ നിങ്ങളോട് ചോദിച്ചിട്ടാണോ ആ ലെറ്ററിലെ എല്ലാ ഡീറ്റെയിൽസ് എഴുതിയത്? നമുക്കറിയില്ല എന്ത് പൈസകളൊക്കെ ഞങ്ങൾ മൊഴി എടുക്കുമ്പോൾ അവർക്ക് എഴുതിയപ്പോ ഇങ്ങനെയല്ലല്ലോ മൈക്ക് ഒന്ന് കൊടുക്കും പ്ലീസ്. അതിനെപ്പറ്റി ഞങ്ങളില്ല. മൊഴി എടുക്കണം പറഞ്ഞ വെള്ള പേപ്പറിൽ എഴുതണുണ്ടായിരുന്നു. ആ ലെറ്റർ എന്താ എഴുതിയെന്ന് നിങ്ങള് വായിച്ചില്ലേ? നിങ്ങൾക്ക് അറിയാമോ അതിൽ എന്താ എഴുതിയത്? സാറ് എഴുതിയതില് വായിച്ച് കേൾപ്പിച്ചു. ഇല്ല, അത് അവിടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മൊഴി എടുക്കണ പറഞ്ഞു. എന്താ എഴുതിയെനിക്കറിയില്ല. അത് വായിച്ചു നോക്കിയില്ല നിങ്ങൾ? വായിച്ചു നോക്കിയില്ല. എന്തെങ്കിലും സൈൻ ചെയ്യിച്ചെന്ന് തോന്നുന്നു. ഞങ്ങളാകെ പേടിച്ചതായിട്ട് വെള്ള പേപ്പറിൽ സാറ് എഴുതിയത്. എത്ര നാളെ പോലീസ് സമീപിക്കുന്നത്? 14-ാം തീയതി പരാതി കൊടുത്തത് സംഭവം നടന്നതെന്ന്? അത് 2014-ലാണ്. 2014 എന്ന്? അവര് പറയുന്നത് 2014 സ്കൂൾ കൂട്ടിയ സമയമാണ്. ഡേറ്റ് ഓർമ്മയില്ല. മജിസ്ട്രേറ്റിനെ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഏത് കോടതി? വടക്കാഞ്ചേരി കോടതി. മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? 4 മണിക്ക് മുഖ്യമന്ത്രിയെ കാണുന്നത് മാത്രമല്ല, ഇപ്പൊ DGP വിളിച്ച് സംസാരിച്ചിരുന്നു. DGP പറഞ്ഞു വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോ സംസാരിക്കുന്ന മാതിരി പക്ഷേ ഒരു അടുത്തും ചിട്ടയോടുകൂടെ ഈ കാര്യങ്ങളൊന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. അത് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴും ഞാനിങ്ങനെ ചോദിച്ചാണ് കുറെ കാര്യം ഞാൻ ചിരഞ്ഞെടുത്തത്. പക്ഷേ ഇവര് എന്നോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാനഭംഗപ്പെടുത്തപ്പെട്ടു. അതിന് എന്റെ ബുദ്ധിമോശം കൊണ്ട് എല്ലാ തെളിവുകളും നശിച്ചു. എനിക്കറിയില്ലായിരുന്നു കോടതിയിൽ ചെല്ലുമ്പോൾ ശാരീരികമായ ഒരു എവിഡൻസ്, മെഡിക്കൽ എവിഡൻസ് വേണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പരാതി കൊടുക്കുമ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട്
ഞാൻ കുടുംബമായി ജീവിക്കാതെ എന്റെ കുട്ടികളെയും നോക്കാതെയാണ് ഞാൻ ദിവസവും ഞാൻ നരകം ജീവിക്കുന്നത്. എന്തിനാണ് ഞാൻ ഈ നരകം അനുഭവിക്കുന്നത്? ഞാനാണോ കുറ്റം ചെയ്തത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഇതിൽ ആരാണ് കുറ്റക്കാർ? ഞാനാണോ അതോ ബലാത്സംഗം ചെയ്തവരാണോ, പോലീസുകാരാണോ, ആരാണ് കുറ്റക്കാർ? അപ്പൊ എന്റെ മുമ്പിലുള്ള പോംവഴി എന്താണ്? ഞാൻ ആത്മഹത്യ ചെയ്യണോ അതോ ഈ സമൂഹത്തിൽ ഇനിയും ഇങ്ങനെ ഈ മാനസിക പീഡനത്തോടു കൂടി ഞാൻ ജീവിക്കണോ? എനിക്കൊരു വഴി പറഞ്ഞു തരൂ എന്നാണ് അവർ പറഞ്ഞത്. എന്റെ മുമ്പിൽ ഒരു വഴിയും ഇല്ലായിരുന്നു. കാരണം നമുക്ക് കോടതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം തെളിവുകളൊന്നും തന്നെ ഇല്ല, ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു മനസ്സിന്റെ ഒരു പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പോസ്റ്റ് ഇടാനുള്ളൊരു കാരണം. ഈ കുട്ടിക്ക് അതിൽ നിന്ന് എന്ത് സൊല്യൂഷൻ കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന കൗൺസിലർ അല്ലെങ്കിൽ ഈ പോലീസ് ഇവരിലൊക്കെ ഒരു ചെറിയ ഒരു മാതൃകാ നടപടിയെങ്കിലും എടുക്കും സർക്കാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ വീട്ടിലേക്ക് ഞാൻ വിലാപനം ചെയ്യപ്പെട്ടു, ഇനി അതൊരിക്കലും ഇതാകുന്നില്ല, അത് ഞാൻ ഉപേക്ഷിച്ച് കളയാം. പക്ഷെ ഇനി ഒരു സ്ത്രീ പോലെ മാറി മിണ്ടാതിരിക്കരുത്. എല്ലാ പെണ്ണിലും ഇങ്ങനെ സംഭവിച്ചാൽ ഇത് ശ്രദ്ധിക്കാനും ചോദിക്കാനും പറയാനും സമൂഹത്തിൽ ചിലരെങ്കിലും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് ഏതാണ് ആ കുട്ടിയുടെ ആവശ്യം. സാധാരണ വാക്യം കൂടി പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത്. ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇതായിട്ട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അത് വ്യക്തമാകാത്തത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കും എന്നാണ് പറയുന്നത്. 12:30-1 മണിയാവുമ്പോൾ DGP കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിലെ വളരെ ഉന്നതരായ പലരും എന്നെയും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് പറഞ്ഞില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഈ കുട്ടി നേരത്തെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇത് അന്ന് തന്നെ ഒരു തീരുമാനമാകുമായിരുന്നു. വളരെ വൈകിയെങ്കിലും എന്തെങ്കിലും ഒരു നീതി ആ കുട്ടിക്ക് ഒരു ചെറിയൊരു സമാധാനം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ വ്യക്തമാക്കാം. ഒരു കാരണവശാലും ഇനി വീണ്ടും ഈ കേസ് കുത്തിപ്പോയി തെളിവെടുപ്പിനായി എന്നെ നാടുതോറും കൊണ്ട് നടക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ല എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ആ കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പറയുന്നത്. മാഡം ഇനി പറഞ്ഞു. അന്ന് കേസെടുക്കാനും എന്തായാലും ഞങ്ങളെ രണ്ടുപേരും വേണമെങ്കിൽ നിങ്ങളൊക്കെ എന്താ പറയാനും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ അനുഭവിച്ചതുകൊണ്ടാ നിങ്ങൾ ഞങ്ങളെ പിടിച്ചകത്തിട്ടു. പക്ഷെ ഈ കേസ് ഒന്നും പറഞ്ഞില്ല. കാരണം അത്രയും ഞങ്ങൾ അനുഭവിച്ചു. 4 ദിവസം കൊണ്ട് ഞങ്ങൾ മാഡത്തിനടുത്ത് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? അടുത്ത് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? എന്റെ സാഹചര്യം ഞാൻ ഒരു ചാനലില് കൈരളി ചാനൽ രാത്രി വാർത്തയിലിരുന്ന് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും കേരള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറിച്ച് മാത്രമേ സംസാരിക്കുന്നു. കേരളത്തിൽ ഇടങ്ങളിലും ഞാൻ സ്വന്തം മക്കളെ പ്രസവിച്ച പെൺകുട്ടി, സഹോദരന്റെ മക്കളെ പ്രസവിച്ച പെൺകുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പ്രത്യേക ജില്ലകളിലൊക്കെ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറയുന്നില്ല, പെൺകുട്ടികൾ പുറത്ത് പറയുന്നില്ല. ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരുപാട് ബലാത്സംഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ വാർത്തയിൽ പറഞ്ഞത് കേട്ടിട്ട് ഈ കുട്ടി രാത്രി എന്നെ വിളിച്ചു, എനിക്കൊന്ന് കാണണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഞാനും ഒരു ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം ഞെട്ടി. ഇത് വെറുതെ പറയുന്നതാണോ? അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് വരൂ കാണാം. എന്റെ വിചാരം തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞില്ല, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, ഞാൻ വരും, ഇനി എത്ര ദൂരെയാണെങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തി. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലിരുന്ന് എന്നോട് പറഞ്ഞ ഏറ്റവും ദയനീയ അവസ്ഥയിൽ ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അത് ഞാൻ റിപ്പോർട്ടില്ല, അതെല്ലാം ശരിയാ. പക്ഷെ മാഡം, നമ്മുടെ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ആ CI എന്നോട് ചോദിച്ച വാക്കുകളാണ് എന്നെ ഏറ്റവും ബലാത്സംഗത്തിന് ഇരയാക്കിയത്. 4 പേർ ബലാത്സംഗം ചെയ്തതിനേക്കാൾ ഞാൻ വേദനിച്ചു. 4 പേരിൽ ആരാണ് നിനക്ക് അധികം സ്വം തന്നത്? നിങ്ങളുടെ രീതി എങ്ങനെയാണ്? സൈസ് കൂടിയവരാണോ, സൈസ് കുറഞ്ഞവരാണോ? ഇത്തരം വാക്കുകൾ ആണ് ആ കുട്ടിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ഇത് പറയുമ്പോ ആ കുട്ടി അലമുറയിട്ട് എന്റെ വീട്ടിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു. എനിക്ക് എന്റെ കൺട്രോൾ തന്നെ വിട്ടുപോയി. എനിക്ക്
വല്ലാത്തൊരു വേദനയായിരുന്നു അന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, വർഷം 2 കഴിഞ്ഞു. പക്ഷെ ഒരു ചെറിയ പ്രതിഷേധം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ പോസ്റ്റ് ഞാനിട്ടത്. അല്ല അല്ല അല്ലെ മഹേഷ് പാർട്ടി പ്രവർത്തകനാണ്. അല്ല നിങ്ങൾ കുടുംബവുമായിട്ട് ഈ മഹേഷുമായിട്ട് ഈ പറയുന്നത് വ്യക്തിപരമായി നേരത്തെ എന്തെങ്കിലും വിരോധവും കുടുംബവുമായിട്ട് ഇല്ല, ഞങ്ങൾ നല്ല ഇതായിരുന്നു. അവര് നല്ലൊരു ഇതായിരുന്നു. അവരിങ്ങനെ ചെയ്യുന്ന അതുവരെ നല്ല ഇതായിട്ടാണ് പെരുമാറുന്നത്. മഹേഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം ഇത് പിന്നെ അവരോട് ചെന്ന് നേരിട്ട് ചോദിച്ചു അല്ലെ, ഈ 4 പേരോടും ചെന്ന് ഇങ്ങനെ തന്റെ ഭാര്യയെ ഒരാളോട് ചെന്ന് തന്റെ ഭാര്യ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ മഹേഷ് നേരിട്ട് ചെന്ന് അവരോട് സംസാരിച്ചു. അപ്പൊ എന്താണ് പറഞ്ഞത് എന്ന് മഹേഷ് ഒന്ന് പറയും. പിന്നെ എന്നെ കാണുമ്പോ അവരോട് നിന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്, അത് ഞങ്ങൾ ഇതാക്കും. ഞാനിപ്പോ പോയാൽ തന്നെ എന്റെ പിന്നാലെ കഴിച്ചിട്ടുണ്ട്, അതൊന്നും പറയാതെ കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീ കളിക്കാൻ നിന്റെ കള കേസ് കൊടുക്കും, നിന്നെ എനിക്ക് കേസ് കുടിക്കുന്ന അകത്താക്കും, അല്ലെങ്കിൽ നിന്റെ പിള്ളേരെ കൊണ്ടുകളയും, എന്നെ വണ്ടി കയറ്റി കൊടുക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? ഞങ്ങൾ അയൽവാസികളായിരുന്നു. ഈ കൗൺസിലർ ആ ചെയ്യുന്നതിന്റെ